ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹണി റോസിന്റെ വിവാദങ്ങൾക്ക് ശേഷമുള്ള രണ്ടാമത്തെ ആ ഒരു ഇനാഗ്രേഷനെ കുറിച്ചുള്ള ഒരു റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തതാണ്. എന്താണ് അവിടെ ആക്ച്വലി സംഭവിച്ചത്, അവിടെ ഹണി റോസിനെ കാണാൻ വന്ന ആളുകൾ എത്രക്കാരായിരുന്നു, അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അത് ഒരുപാട് പേര് കണ്ടതാണ്. ആക്ച്വലി ആ ഒരു ഇനാഗ്രേഷൻ വലിയൊരു PR വർക്കിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഇനാഗ്രേഷനാണ്. അതായത് ഈ ഒലവങ്കോട്ടത്തെ ഒരു ഉദ്ഘാടനം പാളിയപ്പോൾ, അതായത് ആ ഉദ്ഘാടനത്തിന് ശേഷം ഹണി റോസ് ഈ പറഞ്ഞ കണക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് മനോരമയ്ക്ക് വലിയ രീതിയിലുള്ള സ്ത്രീ സപ്പോർട്ടാണ് എനിക്ക്, പെൺകുട്ടികളും സ്ത്രീകളും സ്കൂൾ കുട്ടികളും പോലും എന്നെ കാണാൻ വേണ്ടി കാത്ത് സ്കൂൾ കട്ട് ചെയ്ത് വന്നു എന്നൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു. സോ അതിനെ തുടർന്നാണ് ഈ ഒരു വിഷയം വലിയ വിവാദമായത്. അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടതാണ് ആ സ്കൂളിനെതിരെ വലിയ വിവാദം പോലും ഉണ്ടായിരുന്നു. അതായത് ആ ഒരു ഇനാഗ്രേഷൻ അപ്പാടെ പാളുന്ന ഒരു അവസ്ഥയായി, ആകെ നാണം കെട്ട അവസ്ഥയായിപ്പോയി. സോ അതിനുശേഷമാണ് ഈ പറഞ്ഞ ഷാർജയിലേക്കുള്ള ഉദ്ഘാടനത്തിന് വേണ്ടി ഹണി റോസ് പോകാൻ ഒരുങ്ങിയത്. അപ്പോൾ ഇത്തവണയെങ്കിലും പണി പാളല് വളരെ ആസൂത്രിതമായി പോകണം. ഒരുപക്ഷെ ഈ പോച്ചയുടെ ആളുകൾ തന്നെ തകർക്കാൻ വേണ്ടി, പോച്ചയുടെ PR എന്ന് പറയുന്ന ഫിജി കാട്ടിന്റെ ആളുകൾ അവിടെയും ഉണ്ടാകാമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ, അത്തരം കമന്റുകൾ ധാരാളം ഇവിടെ വരാറുണ്ട്. അതായത് ഹണി റോസിന് മുമ്പും ധാരാളം ആളുകൾ വിമർശിച്ച ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആരെങ്കിലും ഹണി റോസിനെ വിമർശിക്കുകയാണെങ്കിൽ അതിന് താഴെ വരുന്ന കമന്റ്, ഹണി റോസിനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഈ മാപ്രകളെ പോലെയുള്ള ചില ജനങ്ങളുമുണ്ട്. ഈ പറഞ്ഞ സോ കോൾഡ് ഫെമിനിസ്റ്റുകളായുള്ള പുരോഗമനവാദികളായിട്ടുള്ള ചില അപരാധന്മാരുണ്ട്. അവരുടെ കമന്റ് ഇതാണ്: ഹണി റോസിനെ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ പോച്ചയുടെ ഫിജിക്കാട്ടിന്റെ ആളുകളാണ് നിങ്ങളെന്നാണ് അവർ പൊതുവെ പറയാറ്. എനിവേ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഈ പറഞ്ഞ ഷാർജയിൽ ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു ശ്രമം ഹണി റോസും ഹണി റോസിന്റെ PR-കളും നടത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതിന്റെ ഭാഗമായി ഈ ഒരു ഇനാഗ്രേഷൻ വലിയ രീതിയിൽ വൈഡ്ലി ചർച്ചാ വിഷയമായി. ഒരുപക്ഷെ കേരളത്തിലെ മാപ്രകൾ ആരും ഈ ഒരു കേസ് എടുത്തില്ല. അതായത് ഇനിയിപ്പോൾ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഒരു ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട വാർത്തയൊന്നും മാപ്രകൾ ചെയ്തില്ല. അതിന് മാത്രം പ്രാധാന്യം അതിനില്ല. പക്ഷേ ഈ ഒരു ഇനാഗ്രേഷൻ ഇന്റർനാഷണലി ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത്. ബംഗാളികൾ പോലും ഇതിന്റെ റിവ്യൂ ചെയ്തു. ആക്ച്വലി അത് തന്നെയാണ് ഹണി റോസിന് ലക്ഷ്യമിട്ടത്. ഈ പറഞ്ഞ മലയാളികളെ എന്തായാലും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല, മറ്റു രാജ്യക്കാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് കളയാമെന്നുള്ള ഒരു ചിന്താഗതിയുടെ പുറത്തായിരിക്കാം ഈ ഒരു ഷാർജ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത്. സോ ഇവിടെയും ഹണി റോസിനും ഹണി റോസിന്റെ PR-കൾക്കും 8ന്റെ പണി കിട്ടിയെന്നുള്ളതാണ് വാസ്തവം. ഓൾറെഡി അവിടെയുള്ള പോച്ചെ എന്നുള്ള വിളി നമ്മളെല്ലാവരും കേട്ടതാണ്. അത് മാത്രമല്ല, അവിടെ നടന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ അതിന്റെ ഒരു പരമമായ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എനിവേ ആദ്യം ബംഗാളി ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. मलयालम लोगों की दिस इज UAE और ये क्रेजीनेस देख के पहले तो मेरा कोई इरादा नहीं था कोई ब्लॉग बनाने का, कोई ऐसी चीज़ करने का, बट जब मैंने क्रेजीनेस देखी तो मैंने सोचा कि कुछ ना कुछ थोड़ा बहुत तो शेयर करना चाहिए. तो लेट्स सी द हुजूम, द क्राउड, लेट्स सी. ये सारा जो क्राउड है ये सिर्फ उस मलयालम स्टार को देखने के लिए आया है. तस्वीर അതായത് ബംഗാളി യുവാവ് പറയുന്നത്, ഇത്രയും അധികം ക്രൗഡ് ഞാൻ ഇതുവരെ ഈ ദുബായിൽ വന്നതിന് ശേഷം കണ്ടിട്ടില്ല. ഒരു ആക്ട്രസിനെ കാണാൻ വേണ്ടി അത്രയും അധികം ക്രൗഡ് വന്നിരിക്കുന്നത് അതൊരു മലയാളി ആക്ട്രസായ ഹണി റോസ് എന്ന് പറയുന്ന ഒരു സുന്ദരിയായ ഒരു നടിയാണെന്നൊക്കെയാണ് ആ ഒരു പഹയം പറയുന്നത്. ഹണി റോസിനെ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുന്ന ആളുകളാണെന്നാണ് ഓന്റെ വിചാരം. ഓനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് കാണുന്ന ഏതൊരു രാജ്യക്കാരനും അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. മറിച്ച് ചിന്തിക്കാൻ ഇത്തരം വിവാദങ്ങൾ ഇവിടെ നടന്നോ, ഇവിടെ ആൾക്കാർ വന്നത് ഈ പോച്ചെന്ന് വിളിച്ചതും ഒരുപക്ഷെ ആർക്കും മനസ്സിലാവില്ല, ഒരു ഭാഷക്കാരനും മനസ്സിലാവില്ല മലയാളികൾക്കല്ലാതെ. ഈ പോച്ചെ എന്ന് വിളിച്ചത് ഒരുപക്ഷെ ഹണി റോസിന്റെ ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് ഹണി റോസിന്റെ പെന്നെയുമോ അല്ലെങ്കിൽ അവരുടെ സിനിമയുടെ പേരോ വല്ലോ ആണെന്ന് ചിലപ്പോൾ ഈ ഒരു പഹയന്മാര് തെറ്റിദ്ധരിച്ചാണ്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. Let's see the crowd again. मैं अपना जो है इक्विपमेंट लेकर नहीं घूम रहा था, वरना अगर इक्विपमेंट लेके घूम रहा होता तो फिर जूम भी करके दिखाता आपको हमारी नई डिवाइस से. लेकिन फिलहाल यही देखें, एंजॉय करें मोमेंट्स और बस हम चलते हैं. यही मोमेंट था. और वो फिर बार बार जब सामने आ रही है ना, तो क्राउड का जो प्रेशर है, जो शीशे तोड़ने में लगे हुए हैं, तो माय गॉड, लेट्स सी. दिस इज कॉल्ड फैन फॉलोइंग. एंड ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും അധികം ഇന്റർനാഷണൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു നടിയായി ഹണി റോസ് ഒറ്റ നിമിഷം കൊണ്ട് മാറി. ഈ കാണുന്ന ഏതൊരു മനുഷ്യനും, അതായത് ഈ ഒരു ഉദ്ഘാടനം അവിടെ കണ്ട ഏതൊരു ഫോറിനറും അവർ ചിന്തിക്കുന്ന ഈ നടിക്ക് ഇത്രയും അധികം അക്സെപ്റ്റൻസ് ഉണ്ട്, ഇത്രയും അധികം ഫാൻ ഫോളോയിങ് ഉണ്ട്, ഇത്രയും അധികം ആളുകൾ ഈ നടിയെ കാണാൻ എത്തുന്നു,
ഒരുപക്ഷെ അത്രമാത്രം നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് വലിയൊരു പ്രമുഖ നടിയാണ് ഹണി റോസ് എന്ന് ഈ അന്യ നാട്ടുകാരുള്ള എല്ലാ പകയന്മാരും ചിന്തിച്ചാണ്. അത് തന്നെയാണ് ഹണി റോസ് അവിടെ ആഗ്രഹിച്ചത്. അതിൽ അവരൊക്കെ സമ്പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് പോച്ചയുടെ ഫാൻസും ഒക്കെ ചങ്ക് പൊട്ടിച്ചാകുമെന്ന് വിചാരിച്ച് ഹണി റോസ് വന്നിറങ്ങുന്നു. ഹണി റോസ് വന്നിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട സംഭവം വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. ഇങ്ങനെയാണ് അവിടെ നിന്ന് ആളുകൾ ഹണി റോസിനെ സ്വീകരിച്ചത്. ഹണി റോസ് വളരെ ബുദ്ധിമുട്ടി, ഏറെ പ്രയാസപ്പെട്ട് ചങ്ക് തകർന്നാണ് അവിടെ നിന്ന് അകത്തോട്ട് കയറിപ്പോയത്. സോ അകത്ത് കയറിയതിനു ശേഷം പിന്നീട് നമ്മൾ കണ്ടത് ഹണി റോസുമായി സെൽഫി എടുക്കാൻ ആൾക്കാർ ഇങ്ങനെ കിടന്ന് പരക്കം പായുന്ന സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. മിഥുൻ എന്ന് പറയുന്ന പഹയനൊക്കെ വലിയ എന്തോ കണ്ടമാരി കണ്ണ് മഞ്ഞളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഓൻ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അതിന്റെ മറുപടി അവന്റെ ഭാര്യ കൊടുത്തോളും. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യം, അതായത് പലരും പറഞ്ഞൊരു കാര്യം, ഹണി റോസിന്റെ ഈ ഗൗണിന്റെ ഈ ഭാഗം ഇളവിപ്പോയത്. ആ ഒരു ഭാഗം ഇളവിപ്പോയി. ഹണി റോസ് അത് മേലോട്ട് പിടിച്ചു വെക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്ന ഹണി റോസിന്റെ അവസ്ഥ കാണുമ്പോൾ ആർക്കും വിഷമം തോന്നും. കാരണം ഒരു വസ്ത്ര ആക്ഷേപത്തിൽ നിന്നും മുക്തിയാവാൻ ശ്രമിക്കുന്ന ഹണി റോസിനെയാണ് കാണാൻ സാധിച്ചത്. ഈ ഒരു അവസ്ഥ ഒരു നടിക്കും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത്രയും വലിയൊരു പ്രമാദമായ ഉദ്ഘാടനത്തിന് ഒരു ഗൗൺ ഇട്ടുകൊണ്ട് പോകുന്നു, ആ ഗൗണിന്റെ വള്ളി പൊട്ടിപ്പോകുന്നു. ഒരു നടിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഈ ഡ്രസ്സ് തയ്പ്പിച്ച ആരാണ്, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും നമ്മുടെ ഗവൺമെന്റും പോലീസും FIR ഇട്ടൊരു അന്വേഷണം നടത്തുമായിരുന്നു. ഷാർജയിലായതുകൊണ്ട് അതൊന്നും ഉണ്ടായില്ല. എന്തായാലും ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ രണ്ടാമത്തെ വെള്ളിയും കൂടെ പൊട്ടാതിരുന്നു. ആ രണ്ടാമത്തെ വെള്ളിയും കൂടെ പൊട്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ടിരുന്ന ആളുകൾ മുഴുവൻ ഹറാമികളുമാവുമായിരുന്നു. അവരുടെയൊക്കെ പേരിൽ കേസും വരുമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചുരുക്കം പറഞ്ഞാൽ നല്ല രീതിയിൽ നാണം കെട്ടും. പോച്ചെന്നുള്ള ഈ ഒരു കൂക്കുവിളിയും പോരാണ്ട് ആച്ച കയറിയപ്പോഴത്തേന് ഗൗണിന്റെ ഈ ഒരു വള്ളിയും പൊട്ടിപ്പോയി. സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വർ അടക്കം വിമർശിക്കുന്നത്, കേരളത്തിലെ ഒന്നടങ്കം ആളുകളും ഹണി റോസിനെ വിമർശിക്കുന്നത് വസ്ത്രത്തിന്റെ പേരിലായതുകൊണ്ട്, വസ്ത്രത്തിന്റെ കേസിൽ തന്നെ ഇത്തരം ഒരു നാണക്കേട് ഉണ്ടായത് ഹണി റോസിനെ തെല്ലെന്നുമല്ല വിഷമിപ്പിച്ചത്. അത്യാവശ്യം മര്യാദയുള്ളൊരു ഡ്രസ്സാണ് ഇട്ടതെങ്കിൽ ഈ ഒരു തിക്താനുഭവം ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ ഹണി റോസിന്റെ ആരാധകരും PR-കളും വിടാൻ തയ്യാറല്ലായിരുന്നു. അവർ അതിനൊരു മാർഗം കണ്ടെത്തി. അത്തരത്തിലൊരു കമന്റ്, ഹണി റോസിന്റെ PR എന്ന് തോന്നിപ്പിക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു കമന്റ് നിങ്ങളൊന്ന് കാണുക. നടിയുടെ വസ്ത്രം കീറിയത് ബോച്ചയിറക്കിയ PR-കളാണ്. വിദേശത്തും ഈ നടിയെ ഇങ്ങനെ അവമാനിക്കാൻ നോക്കുന്നത് തികച്ചും അന്യായം തന്നെ. ബോച്ചയ്ക്ക് ജാമ്യം നൽകിയത് വലിയൊരു പിഴവ് തന്നെയെന്നാണ് ആ ഒരു പഹയൻ അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് പോച്ചയുടെ PR-കൾ, അതായത് ഫിജി കാട്ടിന്റെ ആളുകളാണ് ഈ പറഞ്ഞ ഷാർജയിലും പോയി ഇത്തരം കൂക്കിവിളി നടത്തിയെന്നാണ് പറയുന്നത്. അതായത് കേരളത്തിൽ ഹണി റോസിന്റെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലീസ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ പോച്ചെ ഷാർജയിലാണ് ഉദ്ഘാടനം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഫിജി കാട്ടിന്റെ ആളുകളെ ഏതാണ്ട് 500-600 ദിറംസ് ചെലവാക്കി വിസ അടിക്കുന്നു. ടിക്കറ്റും എടുത്ത് 35,000-40,000 രൂപ മുടക്കി ടിക്കറ്റ്, ഡബിൾ സൈഡ് ടിക്കറ്റും എടുത്തിട്ട് ആ പഹയന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരാൾക്ക് ഏതാണ്ട് 1 ലക്ഷം രൂപ വെച്ച് മുടക്കി ഏതാണ്ട് 1000-ഓളം പഹയന്മാരെ വിട്ടുവെന്നാണ് ഹണി റോസിന്റെ ആരാധകർ പറയുന്നത്. എന്തല്ലേ പോച്ച അല്ലേ, ഭയങ്കര ബുദ്ധിമാൻ തന്നെ പോച്ച അല്ലേ. ഇവിടെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഈ ഒരു ഉന്തം തെള്ളിനിടയിൽ, ഈ പോച്ച വിളിക്കിടയിലും ഏതോ ഒരു അക്രമി, ഏതോ ഒരു ആവാസൻ ഹണി റോസിന്റെ ഈ ഗൗൺ പിടിച്ച് പൊട്ടിച്ചെന്നാണ് ഇവർ ആരോപിച്ചത്. അത്തരം ചില കമന്റുകളും വന്നിട്ടുണ്ട്. ഇതിനെതിരെ ഹണി റോസ് കേസ് കൊടുക്കണമെന്നാണ് ഈ ഒരു പഹയന്മാർ പറയുന്നത്. ഈ ഒരു വീഡിയോ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് ആക്ച്വലി സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് സത്യത്തിൽ പോച്ചയെ കൊടുക്കാനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതുമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ആ സത്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതായത് തിക്കിനും തിരക്കിനും ഇടയിൽ ബോച്ചയുടെ ആരാധകനായ ഒരു കാബാലികൻ ഹണി റോസിന്റെ വള്ളി പൊട്ടിച്ചതാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു ഉത്തരമാണിത്. ഹണി റോസ് കാറിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു നോക്കുക. കാറിൽ വന്ന് ഇനാഗുറേഷന്റെ ആ ഒരു വേദിയിൽ ഇറങ്ങുന്ന സമയത്ത് ആ വള്ളി ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ മനഃപൂർവ്വം ഹണി റോസ് തന്നെ വള്ളി കാറിനകത്ത് വെച്ച് പൊട്ടിച്ച്.
അല്ലെങ്കിൽ ഹണി റോസ് ഈ ഒരു ഡ്രസ്സ് ഇടാൻ നോക്കിയ സമയത്ത് പൊട്ടിയിട്ടും പൂർവ്വം മാറിയില്ല, പൊട്ടിയത് തന്നെ കിടക്കട്ടെ, ഇതൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റാം, ഇത് പോച്ചയുടെ തലയിൽ കെട്ടിവെക്കാമെന്ന് ചിന്തിച്ചാണ്. അതോ ഇനിയിപ്പം കാറിനുള്ളിൽ ഏതെങ്കിലും ഫിജിക്കാട്ടിന്റെ പോച്ചയുടെ ആരാധന കയറി ഇരുന്ന് ഇത് വള്ളി പൊട്ടിച്ചാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എനിവേ വള്ളി പൊട്ടിയിട്ടാണ് കാറിൽ വന്നിറങ്ങിയത്. അങ്ങനെ ആ ഒരു സംഭവം, അതായത് ഹണി റോസിന്റെ ആരാധകർ എന്ന് പറയുന്ന ഈ വിരലിലെണ്ണാവുന്ന ഒരു വായ്നോക്കികളുടെ ആ ഒരു ആരോപണം കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. എനിവേ ഈ ഉദ്ഘാടനത്തിലും ഹണി റോസിന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഉദ്ഘാടനത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി കാണാം. എനിവേ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.